എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബന്ധുക്കളും വീട്ടുകാരുമൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുമെന്ന് 2 ദിവസം മുമ്പ് അറിയുകയാണെങ്കിൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയ കറികളാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു തേങ്ങ വറുത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. തേങ്ങ, കറിവേപ്പില, ഉള്ളി ഇതെല്ലാം കൂടെ വറുത്ത് മുളക് പൊടിയും ചേർത്ത് വറുത്ത് വെച്ചു. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നു. ഇനി ചൂടാറുമ്പോൾ അത് പൊടിക്കാം. ചമ്മന്തിപ്പൊടിക്ക് ഉഴുന്നുപരിപ്പ് കഴുകി ഉണങ്ങി കായവും ചേർത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറി അതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ ഉഴുന്നുപരിപ്പ് തരിയരിപ്പായിട്ട് പൊടിച്ചെടുത്തു. തേങ്ങയും ചൂടാറി വന്നു. കറിവേപ്പില കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആ ബൗളിലേക്ക് തന്നെ ഇട്ട് പൊടിച്ചെടുക്കാം. ഈ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. വാളംപുളിയും ചേർത്ത് കൊടുക്കാം. വാളംപുളി ഞാനിവിടെ കായൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചതാണ്. രണ്ടും കൂടെ ഈ കൂടെ മിക്സായി പൊടിഞ്ഞു വന്നോളും. ഇനി വേറൊരു പാത്രത്തേക്ക് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പും കായവും കൂടെ പൊടിച്ചതും തേങ്ങ, ഉള്ളിയൊക്കെ കൂടെ വറുത്ത് പൊടിച്ചതും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. അല്പം എരിവ് കുറവുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തു. തേങ്ങ വറുത്തപ്പോൾ ലാസ്റ്റ് മുളക് പൊടി ചേർത്ത് ചൂടാറാൻ വെച്ചതാണ്. 1 ടീസ്പൂൺ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. തട്ടിപ്പൊത്തി വയ്ക്കാം. ഇനി ഇത് ചൂടാറുമ്പോൾ ഒരു ബോട്ടിലാക്കി വയ്ക്കാം. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കാം. ചമ്മന്തിപ്പൊടി അങ്ങനെ റെഡിയായി കഴിഞ്ഞു. മാങ്ങാക്കാലമാണല്ലോ. ഇനി നമുക്കൊരു മാങ്ങ അച്ചാർ കൂടെ ഉണ്ടാക്കാം. മാങ്ങയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് പൊടികളെല്ലാം ചേർത്ത് കായവും ഉലുവയൊക്കെ ചേർത്ത് ഇനി ഇത് ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാം. അച്ചാറും റെഡിയായി. ഇനി വേണ്ടത് ഇഞ്ചിക്കറിയാണ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്നത്. ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് നന്നായി വറുത്ത് മൂത്ത് വരുമ്പോൾ വാളംപുളിയും ശർക്കരയും ചേർത്ത് ഉലുവ കായപ്പൊടിയും ചേർത്ത് കടുക് വറുത്തിടാം. ഇഞ്ചിക്കറിയും റെഡിയായി. നല്ല പഴകിയ പുളി ആയതുകൊണ്ടാണ് ഇതേ കളറ് തന്നെ കിട്ടുന്നത്. ഇതെല്ലാം എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇഞ്ചിക്കറിയും റെഡിയായി കഴിഞ്ഞു. നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഒരു ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. മാമ്പഴക്കാലമാണല്ലോ. ഇനി മാമ്പഴം ശർക്കര ചേർത്തൊന്ന് വരട്ടി വയ്ക്കാം. എപ്പോഴാണ് നമുക്ക് കറി ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ എടുത്ത് തേങ്ങയും കടുകും ഒക്കെ ചേർത്ത് കറി ഉണ്ടാക്കാം. മാമ്പഴവും വരട്ടിയതും ചൂടാറി ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്കെടുത്ത് കറി ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ കേടാകാതിരിക്കും. നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്നതിന് തലേ ദിവസം നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാം. തേങ്ങയും കടുകും ഒക്കെ അരച്ച് തിളപ്പിച്ച് കടുക് വറുത്താൽ മതി. മാമ്പഴ പച്ചടി റെഡിയായി കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളെല്ലാം ഉണ്ടാക്കി വെക്കാം. ശർക്കരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു മധുരത്തോടു കൂടിയതാണ് ഈ മാമ്പഴ പച്ചടി. ഇനി നമുക്ക് തലേ ദിവസം മീൻകറി ഉണ്ടാക്കി വെക്കാം. മാമ്പഴക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മീൻകറി ഉണ്ടാക്കാം. നെയ്മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുടംപുളി ചേർത്ത് മുളക് ചാറ് കറിയാണ്. നല്ല കുറുകിയ ചാറോടുകൂടിയ നെയ്മീൻ കറിയാണ്. നെയ്മീൻ നന്നായി വെന്ത് തിളച്ച് വന്നു. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചട്ടിയിൽ തന്നെ അങ്ങ് ഇരിക്കുമ്പോൾ നാളത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും. കൊഴുവ പൊടികളും കോൺഫ്ലവറൊക്കെ ചേർത്ത് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതും ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിയാണ് കൊഴുവ. മാമ്പഴ പുളിശ്ശേരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. മാമ്പഴ പച്ചടിക്ക് മധുരമുണ്ടല്ലോ. ഇതിപ്പം മധുരമില്ലാതെ മാമ്പഴ പുളിശ്ശേരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി തോരൻ, ബീൻസ് തോരൻ. ബീൻസ് തോരനും മാമ്പഴ പുളിശ്ശേരിയും
നമ്മുടെ ബന്ധുക്കൾ വരുന്ന അന്ന് ഉണ്ടാക്കിയാൽ മതി. തോരനും റെഡിയായി. ഇനി ഒരു ഇഞ്ചിത്തൈരും റെഡിയാക്കി, പപ്പടവും കൂടെ കാച്ചി, കറികളെല്ലാം റെഡിയായി. സിസ്റ്ററിനിലോയും ഫാമിലിയാണ് വരുന്നത്. അവരെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഊണ് കഴിക്കേണ്ട സമയമായി. നമ്മൾ ഇതുപോലെ കറികളൊക്കെ നമുക്ക് നേരത്തെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും നമുക്ക് എളുപ്പത്തിന് എല്ലാം റെഡിയാക്കാം. ഊണ് വിളമ്പാം. എല്ലാം അവർ വരുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചു. 4 മണിക്കൂർ യാത്ര കഴിഞ്ഞാണ് വരുന്നത്. വരുമ്പോൾ തന്നെ ഊണ് കഴിക്കാം. എല്ലാവരും ഊണ് കഴിഞ്ഞു. എല്ലാവർക്കും കറികളും എല്ലാം ഇഷ്ടമായി. ഇനി നമുക്ക് വൈകിട്ടത്തേക്കൊരു അട കൂടി ഉണ്ടാക്കാം. സാധാരണ അടയല്ല കേട്ടോ, ഇത് മാങ്ങാണ്ടി പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ അടയാണ്. അട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടയുടെ കൂടെ ചുക്ക് കാപ്പിയാണ് നല്ല കോമ്പിനേഷൻ. എല്ലാവർക്കും ചുക്ക് കാപ്പിയാണ് ഇഷ്ടം. തുളസിയില, പനിക്കൂർക്കയില, ഉലുവ, ചുക്ക്, കുരുമുളക്, ജീരകം, ഏലക്ക, കരിപ്പട്ടി ശർക്കര ഇതെല്ലാം ചേർത്തിട്ടൊരു കാപ്പിയാണ് ഉണ്ടാക്കിയത്. ചുക്ക് കാപ്പിയും അടയും ഇത് റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും അടയും കറികളും എല്ലാം ഇഷ്ടമായി. ഇനി എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് ഇറങ്ങുവാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഇനി അവർ ഇറങ്ങുവാണ്. അതല്ല, കാലിൻ്റെ ഇതുണ്ടല്ലോ, അതാണ് മുട്ടില്ല. മറ്റേതിൻ്റെയൊക്കെ ഇരിക്കാൻ ഇത്തിരി പാടാം. ചേട്ടൻ വന്നതിലാണ് ഏറെ സന്തോഷം. ചേട്ടൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. യാത്ര ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്. 4 മണിക്കൂർ ഒറ്റ ഇരിപ്പിരുന്ന് ഇവിടം വരെ വന്നത്. എല്ലാവർക്കും സന്തോഷമായി. നേരെ ബാക്ക് പോയിട്ട് അവിടുന്ന് നേരെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.